വിറ്റ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചങ്ങനാശ്ശേരി അതിരൂപത 26ാമത് ജൂബിലി വർഷ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ട്രംപുമായുണ്ടായ വാക്പോരിൽ ക്ഷമാപണം നടത്തി യുക്രൈൻ പ്രസിഡന്റ്. സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചാ റിപ്പോർട്ട് പണം കൊടുത്ത് തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ്. പാതിവില തട്ടിപ്പ് കേസ് മുഖ്യപ്രതി അനന്തകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. വാർത്തകൾ വിശദമായി. ചങ്ങനാശ്ശേരി അതിരൂപത 26ാമത് ജൂബിലി വർഷ ബൈബിൾ കൺവെൻഷന് കത്തീഡ്രൽ പള്ളിയങ്കണത്തിൽ തുടക്കമായി. വൈകുന്നേരം നടന്ന സമൂഹ ബലിയിൽ കർദിനാൾ മാർ ജോർജ് കുവക്കാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്, ചാൻസലർ ബിൻസ് പുതുമനമൊഴിയിൽ, ഫാദർ സാവിയോ മാനാട്ട്, സന്യസ്ത നവവൈദികർ സഹകാർമ്മികത്വം വഹിച്ചു. കുർബാനയെ തുടർന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ 26ാമത് ജൂബിലി വർഷ ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നാം വിശ്വാസത്തിൽ ആഴപ്പെടണമെന്നും പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ പ്രതിസന്ധികളെ ഏറ്റെടുക്കുമെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. നമ്മളെല്ലാവരും ഈ കൺവെൻഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. നമ്മൾ ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയാണ്. ഇതൊരു ശുഭാപ്തി വിശ്വാസമാണ്. ഇതൊരു വെറും പോസിറ്റീവ് തിങ്കിങ് ആണ്. എല്ലാം ശരിയാവും എന്ന് പറയുന്ന ഒരവസ്ഥ. എല്ലാം ശരിയായിക്കോളും. ചിലത് ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിച്ചിട്ട് പറയും എല്ലാം ശരിയാവും എന്ന് പറയും. കള്ളു പിടിച്ച് 4 കാലം നടന്ന് കുടുംബം നോക്കാതിരുന്ന ദൈവം എല്ലാം നോക്കിക്കോളൂ എന്ന് പറയുന്ന നല്ല പ്രത്യാശ. അത് ഉത്തരവാദിത്വരാഹിത്യമാണ്. ഒരുപക്ഷെ അത് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ശുഭാപ്തി വിശ്വാസമല്ല പ്രത്യാശ. പ്രത്യാശ എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തപ്പോഴും ഞാൻ പ്രത്യാശയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. ഞാൻ നഷ്ടധൈര്യനാവില്ല. സ്ഥൈര്യത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. അതൊരു വലിയ കൃപയുടെ അനുഭവമാണ്. അതിനെ വിശദീകരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉപമ കുരിശാണ്. കുരിശ് പ്രത്യാശയുടെ അടയാളമാകുന്നത് എങ്ങനെയാണ്? സഹനത്തിൽ കർത്താവ് തൻ്റെ സഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് നമ്മളുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് നമ്മളെ രക്ഷിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. കുരിശിനെ ഒഴിവാക്കുന്നതല്ല പ്രത്യാശ. കുരിശിനെ സ്ഥൈര്യത്തോടെ നേരിടുന്നതാണ് പ്രത്യാശ. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച്. അൺഎയ്ഡഡ് സ്കൂൾ പ്യൂൺ മലപ്പുറം സ്വദേശി അബ്ദുൾ നാസറാണ് അറസ്റ്റിലായത്. കൊടുവള്ളിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററായ MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിനെ ചോദ്യക്കടലാസ് ചോർത്തിക്കൊടുത്തത് നാസറാണെന്നാണ് വിവരം. ഫഹദ് നേരത്തെ ഈ സ്കൂളിൽ അധ്യാപകനായിരുന്നു. അബ്ദുൾ നാസർ ജോലി ചെയ്യുന്ന സ്കൂളിലാണ് മുൻപ് ഫഹദ് ജോലി ചെയ്തിരുന്നത്. ഈ ബന്ധം മുൻനിർത്തിയാണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്നാണ് വിവരം. ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച ഫഹദിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അബ്ദുൾ നാസറിനെ കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. 4 സയൻസ് വിഷയത്തിലെ ചോദ്യപേപ്പറാണ് ഇയാൾ ഫഹദിന് അയച്ചു കൊടുത്തത്. ഫോണിൽ ചോദ്യപേപ്പറിന്റെ ചിത്രമെടുത്ത് അയച്ചു കൊടുക്കുകയായിരുന്നു. ചോദ്യം ചോർത്തിയത് അബ്ദുൾ നാസർ സമ്മതിച്ചുവെന്നും ഗൂഢാലോചന തെളിഞ്ഞെന്നും വ്യക്തമാക്കിയ ക്രൈംബ്രാഞ്ച് SP വിദ്യാഭ്യാസ വകുപ്പിന് സംഭവത്തിൽ പങ്കുള്ളതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കി. സ്കൂൾ അധികൃതർ അറിയാതെയാണ് താൻ ചോദ്യപേപ്പർ ചോർത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. ചോദ്യപേപ്പറിന്റെ സീൽഡ് കവറിന്റെ പിറകുവശം മുറിച്ചാണ് ചോദ്യം ചോർത്തിയത്. ശേഷം പഴയ പോലെ കവർ ഒട്ടിച്ചു വെച്ചു. +1 കെമിസ്ട്രി, +1 ഫിസിക്സ്, ബയോളജി, കണക്ക് വിഷയങ്ങളുടെ ചോദ്യപേപ്പർ ചോർത്തിയെന്നും SSLCയുടെ ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയതായും ഇയാൾ സമ്മതിച്ചതായി ക്രൈംബ്രാഞ്ച് SP വ്യക്തമാക്കി. ഫഹദിനെ പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് സോഷ്യൽ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ നേരത്തെ ഈ സ്കൂളിൽ HM ആയിട്ട് പ്രിൻസിപ്പളിലേക്ക് ചാർജിൽ കുറേ കാലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പാണ് അയാൾ സ്കൂൾ വിടുന്നത്. ജോലി അത് വിട്ടതിന് ശേഷമാണ് ഇവിടെ ഈ MS സൊല്യൂഷൻസ് ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ ആൾ സമ്മതിക്കുകയും ചെയ്തു. MS സൊല്യൂഷൻസ് അധ്യാപകരായ ജിഷ്ണു,
ഫഹദ് എന്നിവരെ നേരത്തെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് നാസറിന്റെ പങ്ക് വ്യക്തമായത്. അതേസമയം MS സൊല്യൂഷൻ CEO ഷുഹൈബിനെ അറസ്റ്റ് ചെയ്തില്ല. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. പ്രവചനം മാത്രമാണ് നടത്തിയതെന്നും ചോദ്യക്കടലാസ് ചോർത്തിയിട്ടില്ലെന്നുമായിരുന്നു ഷുഹൈബും അധ്യാപകരും ആവർത്തിച്ചത്. എന്നാൽ ചോദ്യക്കടലാസ് ചോർത്തിയതാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. MS സൊല്യൂഷൻസ് ഓഫീസിൽ പരിശോധന നടത്തിയ ക്രൈംബ്രാഞ്ച് മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവയുൾപ്പെടെ പിടിച്ചെടുക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇവയുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ പരിശോധിച്ചാണ് ചോദ്യക്കടലാസ് ചോർത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. ചോദ്യക്കടലാസ് ചോർത്തിയതിനു പിന്നിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഇടപെടലുണ്ടെന്ന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. 2023 മുതൽ ക്രിസ്തുമസ് ഓണപ്പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർത്തിയെന്നാണ് വിവരം. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനെ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങി. 2 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. ആലപ്പുഴ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച 100 കണക്കിന് പരാതികളിൽ രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിലാണ് കസ്റ്റഡി. പാതിവിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിന് 100 കണക്കിന് പരാതികളാണ് ആലപ്പുഴയിലെ വിവിധ സ്റ്റേഷനുകളിൽ ലഭിച്ചത്. സംസ്ഥാനത്തെ മറ്റു കേസുകൾക്കൊപ്പം ആലപ്പുഴ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 84 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. 750 പരാതികൾ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാത്രം ലഭിച്ചതിനാൽ ഇത് മുഖ്യ കേസായി പരിഗണിച്ചാണ് അന്വേഷണം നടത്തുന്നത്. 2 ദിവസത്തേക്കാണ് പ്രതി അനന്തകൃഷ്ണനെ ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. ആളുകളിൽ നിന്ന് ലഭിച്ച പണം എങ്ങോട്ട് മാറ്റിയെന്നുൾപ്പെടെ ഇനിയും കണ്ടെത്താനുണ്ട്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യമെന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP A. സുനിൽ രാജ് പറഞ്ഞു. പ്രതിയെ ചേർത്തല കോടതിയിൽ കൊണ്ടുവന്നതറിഞ്ഞ് തട്ടിപ്പിനിരയായവരും ചേർത്തല കോടതിയിലെത്തിയിരുന്നു. എങ്ങനെയും നഷ്ടമായ പണം തിരികെ കിട്ടണമെന്ന ആഗ്രഹമാണ് തട്ടിപ്പിനിരയായവർ പ്രകടിപ്പിക്കുന്നത്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയാനാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ ആരാഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നും അറിയിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മെറ്റയ്ക്ക് മെയിൽ അയച്ചു. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കുവാനും പോലീസ് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കോഴിക്കോട് ഒബ്സർവേഷൻ ഹോമിൽ റിമാൻഡിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇന്നും പോലീസ് കാവലിൽ പരീക്ഷ എഴുതി. ഇന്നലെ റിമാൻഡിലായ വിദ്യാർത്ഥി ഉൾപ്പെടെ 6 വിദ്യാർത്ഥികളാണ് ജുവനൈൽ ഹോമിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയത്. അതേസമയം ഷഹബാസിന്റെ കൊലപാതകം സംബന്ധിച്ച ആസൂത്രണത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അതിനിടെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥിയെ കൂടെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. താമരശ്ശേരി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ പോലീസ് പിടിയിലാകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 6ആയി. ഷഹബാസിനെ മർദ്ദിച്ച സംഘത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണിതെന്ന് പോലീസ് പറയുന്നത്. അതേസമയം സംഭവത്തിൽ പിടിയിലായ വിദ്യാർത്ഥി നഞ്ചക്കിന്റെ ആക്രമണ രീതി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്. നഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. കരാട്ടെ പരിശീലനം തേടുന്ന സഹോദരൻ്റേതാണ് നഞ്ചക്കെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നഞ്ചക്ക് ഉപയോഗം വ്യക്തമാക്കുന്ന വീഡിയോകളുമുണ്ട്. ഇവരുടെ പിതാവിന് സംഘർഷമായോ ഗൂഢാലോചനയുമായി ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ 27-നുണ്ടായ സംഘർഷത്തിൽ ആദ്യം 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം മർദ്ദിച്ച കുട്ടികളിൽ ചിലർ കൂടി പിടിയിലാകാനുണ്ടെന്നും ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. ആക്രമണത്തിൽ ചില രക്ഷിതാക്കൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും അവരെ കൂടി പ്രതി ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആശാപ്രവർത്തകർക്ക് പണം നൽകാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ വാദം തെറ്റെന്ന് സംസ്ഥാനം. ആശാമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെ 2023-24 വർഷത്തിൽ 636.88 കോടി രൂപയാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കിട്ടാനുള്ളതെന്ന കണക്ക് കേരളം പുറത്തുവിട്ടു. നടപടിക്രമങ്ങൾ പാലിച്ചിട്ടും കേന്ദ്രം ഫണ്ട് അനുവദിച്ചില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കിയത് സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചെന്നും ആരോഗ്യവകുപ്പ്. ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തതിനാൽ 2023-24 സാമ്പത്തിക വർഷത്തിലെ വിഹിതം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അയച്ച കത്ത് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷൻ ജോയിന്റ് സെക്രട്ടറി കേരളത്തിന് അയച്ച കത്താണ് പുറത്തുവിട്ടത്. പിന്നീട് ബ്രാൻഡിംഗ് മാനദണ്ഡം പാലിച്ചിട്ടും പദ്ധതി വിഹിതം കേന്ദ്രം നൽകിയില്ലെന്നും കുറ്റപ്പെടുത്തുന്നു.
ആശാവർക്കർമാർ ഓണറേറിയം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന സമരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ആശാവർക്കർമാരുടെ വേതനം മുടങ്ങുന്നതിന് പിന്നിലെ കാരണമെന്നും വിമർശനമുണ്ടായി. ബജറ്റ് വിഹിതത്തിനു പുറമെ 120 കോടി അധികമായി കേരളത്തിന് അനുവദിച്ചുവെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. LDF സർക്കാരിന്റെ ഭരണപരാജയമാണ് ആശാ, അംഗൻവാടി, ആരോഗ്യ പ്രവർത്തകരുടെ ശമ്പളവും കുടിശ്ശികയും നൽകാൻ കഴിയാത്തതിന് കാരണമെന്നും കുറിപ്പിലെ വിമർശനം. സംസ്ഥാനത്തിന്റെ കഴിവില്ലായ്മയും പിടിപ്പുകേടുമാണ് 6 മാസം വരെ ശമ്പളം കൊടുക്കാൻ കഴിയാത്തതിനു പിന്നിൽ. ആശാ, അംഗൻവാടി വർക്കർമാരോട് സർക്കാർ ഉദാസീനത കാണിക്കുകയാണെന്നും സർക്കാരിന്റെ കഴിവുകേട് മറച്ചുവെക്കാൻ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. ആശാ വർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പഴിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് ശമ്പളം വൈകുന്നതിന് പിന്നിലെ കാരണമെന്ന് ആശാ വർക്കർമാരെ സംസ്ഥാനത്തെ മന്ത്രിമാർ തെറ്റിദ്ധരിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ സമയബന്ധിതമായി ആശാ, അംഗൻവാടി വർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് മറച്ചുവെച്ചാണ് സർക്കാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതെന്നും കുറിപ്പിൽ പറയുന്നു. ഇത് കേന്ദ്രത്തിന് കൊടുത്ത മെമ്മോറാണ്ടോ ഈ കഴിഞ്ഞ ജയ്സാൽമീർ മീറ്റിംഗിൽ. ഇത് വെറുതെ പറയുന്നതല്ല. ട്രഡീഷണൽ സെക്ടേഴ്സ് ആൻഡ് സ്കീം വർക്കേഴ്സ് ഒരു ഹെഡിങ്ങിൽ തന്നെയാണ് സംസ്ഥാനം കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് വി ഓൾസോ റീട്രേറ്റ് അവർ ഡിമാൻഡ് raised in the previous pre-budget consultation that the rate of honoraria for Anganwadi workers, ASHA workers and other scheme workers also need to be enhanced appropriately. ഭരണപരമായി കേന്ദ്ര സംസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ വളരെ വൈരാഗ്യപൂർവ്വമായിട്ടുള്ള നിലപാടില്ല. പക്ഷെ കേന്ദ്രത്തിൻ്റെ ഒരു മന്ത്രി സംസ്ഥാനത്ത് വന്നിട്ട് ആളുകളുടെ ആശാ വർക്കേഴ്സിൻ്റെ അടുത്ത് ഉൾപ്പെടെ പോയിട്ട് ഇങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണ വരുത്തരുത്. അപ്പം ഞങ്ങൾ ഈ കൊടുത്ത കാര്യങ്ങൾ എന്താ? ഞങ്ങൾ ഈ പറഞ്ഞ ജയ്സാൽമീർ മീറ്റിംഗിലും അതിനു മുമ്പത്തെ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിലും പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്താ കേന്ദ്രത്തിന്റെ അഭിപ്രായം? കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയെന്ന് പോലീസിന്റെ കുറ്റപത്രം. കൊലപാതക സാധ്യത പൂർണ്ണമായും കുറ്റപത്രം തള്ളുകയാണ്. ഈ മാസം അവസാനത്തോടെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. അതേസമയം CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയെ സമീപിക്കും. കേരളത്തെ ഞെട്ടിച്ച കണ്ണൂർ മുൻ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് 5 മാസമാകാറാവുകയാണ്. വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കേസിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുവാനൊരുങ്ങുന്നത്. കുറ്റപത്രം തയ്യാറായെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുമായി യോഗം ചേർന്ന ശേഷമേ കോടതിയിൽ സമർപ്പിക്കുകയുള്ളൂ എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹൈക്കോടതിയിൽ നൽകിയിരുന്ന കേസ് ഡയറി കൂടി തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ വേഗത്തിലാക്കി ഈ മാസം അവസാനത്തോടെ കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുവാനാണ് നീക്കം. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്ന കുടുംബത്തിന്റെ വാദം പൂർണ്ണമായും തള്ളുന്നതാണ് കുറ്റപത്രം. എന്നാൽ കുടുംബം ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി തള്ളിയതോടെ സുപ്രീം കോടതിയിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. വൈകാതെ അപ്പീൽ നൽകാനാണ് ഭാര്യ മഞ്ജുഷയുടെ നീക്കം. താനും ജീവനൊടുക്കുമെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചിരുന്നുവെന്ന് അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമായിരുന്നുവെന്നും അഫാൻ പറഞ്ഞു. കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ചെന്ന് വെളിപ്പെടുത്തിയ അഫാൻ 8 ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയതോടെയാണ് ചൊവ്വാഴ്ച ഡിസ്ചാർജ് ചെയ്തത്. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സ്പെഷ്യൽ സബ് ജയിലിനു പകരം സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ജയിലിൽ അഫാന്റെ മാനസികാരോഗ്യനില നിരീക്ഷിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. അഫാനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ കുടുംബത്തിന്റെ കടബാധ്യതയുടെ വ്യാപ്തി സംബന്ധിച്ചും എന്താണ് കടത്തിന് കാരണമായതെന്നും വ്യക്തമാവുകയുള്ളൂ. അഫാനും അമ്മയ്ക്കും ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവർക്ക് പണം കൊടുത്തവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആർഭാട ജീവിതമാകാം കടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. എന്നാൽ അഫാന്റെ പിതാവ് റഹീം സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്നയാളാണ്. കോവിഡ് കഴിഞ്ഞ വരുമാനം കുറഞ്ഞെങ്കിലും കുടുംബം അതേ നിലയിലാണ് ജീവിതം തുടർന്നത്. ഇതിനായി പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നുവെന്നാണ് വിവരം. കുടുംബത്തിനേറ്റ ദുരന്തമറിഞ്ഞ് 7 വർഷത്തിന് ശേഷം നാട്ടിലെത്തിയ അബ്ദുൾ റഹീം തന്റെ കുടുംബത്തിന് 65 ലക്ഷം കടബാധ്യതയെന്ന മകന്റെ മൊഴി കേട്ട് ഞെട്ടുകയായിരുന്നു. വിദേശത്ത് 15 ലക്ഷവും നാട്ടിൽ കൂടിപ്പോയാൽ 12 ലക്ഷത്തിന്റെയും കടമുണ്ടാകാമെന്നാണ് റഹീം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ അബ്ദുൾ റഹീമിന് അറിയാമെങ്കിലും ഇല്ലെങ്കിലും കുടുംബത്തിന് വൻ കടമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. കടം നൽകിയവരെയും
വായ്പയെടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയും കണ്ടാണ് പോലീസ് കടബാധ്യത ഉറപ്പിച്ചത്. അഫാൻ ലഹരി ഉപയോഗിച്ചതിന് തെളിവില്ലാതെ വന്നതോടെയും അഫാന് മാനസിക പ്രശ്നമില്ലെന്ന് റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തതോടെ കടബാധ്യത തന്നെയാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് ഉറപ്പിച്ചു. അതിനിടെ സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിൽ കൂടി അഫാന്റെ അറസ്റ്റ് വെഞ്ഞാറമൂട് പോലീസ് രേഖപ്പെടുത്തി. അഫാനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും നടത്തുന്നതോടെ കേസിൽ പൂർണ്ണരൂപമാകും. വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപുമായുണ്ടായ വാക്പോരിൽ മാപ്പു പറഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ശാശ്വത സമാധാനത്തിനായി ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് സെലൻസ്കി എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. യുക്രൈനുമായുള്ള സൈനിക സഹായം മരവിപ്പിച്ചതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ മാപ്പു പറച്ചിൽ. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഉടൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യും. യുക്രൈനേക്കാൾ സമാധാനം ആഗ്രഹിക്കുന്ന ആരുമില്ല എന്ന മുഖവരയോടെയാണ് പോസ്റ്റ് തുടങ്ങുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കാൻ തയ്യാറാണ്. തടവുകാരുടെ മോചനവും ആകാശയുദ്ധവും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായിരിക്കും ആദ്യഘട്ടം. യുഎസുമായി സഹകരിച്ച് ഉടൻ അന്തിമഘട്ടത്തിലെത്താനാകുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. അതേസമയം മിസൈൽ, ദീർഘദൂര ഡ്രോണുകൾ, ബോംബ് എന്നിവയുടെ നിരോധനവും കടൽമാർഗമുള്ള ആക്രമണങ്ങളും റഷ്യ അവസാനിപ്പിച്ചാൽ യുക്രൈനും അതുപോലെ ചെയ്യും. പിന്നീട് വളരെ വേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുകയും യുഎസുമായി സഹകരിച്ച് ശക്തമായ അന്തിമ കരാറിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. യുക്രൈന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നിലനിർത്താൻ അമേരിക്ക എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലാകുന്നു. ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ജാവലിൻ മിസൈലുകൾ തന്നത് യുക്രൈനിലുണ്ടാക്കിയ മാറ്റങ്ങൾ ഓർമ്മയിലുണ്ടെന്നും അതിനെല്ലാം നന്ദിയുള്ളവരാണെന്നും സെലൻസ്കി പറഞ്ഞു. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ച പ്രതീക്ഷിച്ച രീതിയിൽ നടന്നില്ല. അങ്ങനെ സംഭവിച്ചതിൽ ഖേദമുണ്ട്. അതേസമയം അമേരിക്കയുമായി ധാതു ഇടപാടിനുള്ള കരാറിൽ ഒപ്പുവയ്ക്കാൻ സന്നദ്ധമാണെന്നും യുക്രൈൻ വ്യക്തമാക്കി. കൂടുതൽ സുരക്ഷയിലേക്കും ശക്തമായ സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്കുമുള്ള ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഈ കരാറിനെ കാണുന്നത്. അത് ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി എക്സിൽ കുറിച്ചു. മാപ്പ് പറയേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു സെലൻസ്കിയുടെ നേരത്തെയുള്ള നിലപാട്. ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ സെലൻസ്കി മാപ്പ് പറയണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. അതിനെ തുടർന്നായിരുന്നു അദ്ദേഹം മാപ്പ് പറഞ്ഞത്. കേരളത്തിലെ വ്യവസായ വളർച്ച സംബന്ധിച്ച് സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ നടക്കുന്ന തർക്കവുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പണം നൽകിയാണ് തരപ്പെടുത്തിയതെന്ന ഏറെ ഗുരുതരമായ ആരോപണമാണ് സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയത് സർക്കാർ പണം നൽകി വരുന്ന സ്റ്റാർട്ടപ്പ് ജനോം എന്ന ഏജൻസിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ വളർച്ചയുണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന ജനോം എന്ന സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റിലടക്കം മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് സതീശൻ പറഞ്ഞു. ആ റിപ്പോർട്ട് വെച്ചാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വലുതായി എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിന് പണം നൽകിയാണ് ഇത്തരമൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിന്റെ ഇടപാടുകാരാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷൻ. 2021 മുതൽ സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് ജനോമിന് പണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2021 $13,500, $2022 $4,500, 2023 $15,000, 2024 $15,000 എന്നിങ്ങനെ ആകെ $48,000 സ്റ്റാർട്ടപ്പ് ജനോമിന് കൊടുത്തത്. ഇത്തരത്തിൽ അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തെ കൊണ്ട് ഉണ്ടാക്കിയതാണ് സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 2019 മുതൽ 2021 വരെ ഒരു കാലഘട്ടം ഉണ്ടാക്കുകയും 2021 മുതൽ 2023 ഡിസംബർ വരെ രണ്ടാമത്തെ കാലഘട്ടം ഉണ്ടാക്കുകയും ചെയ്ത കൗശലമാണ് ഇവർ ചെയ്തത്. എന്നിട്ട് ഒന്നാമത്തെ കാലഘട്ടത്തിൽ നിന്നും രണ്ടാമത്തെ കാലഘട്ടത്തിലെത്തിയപ്പോൾ 254% വളർച്ചയുണ്ടായെന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിൽ 2019-2021 കാലഘട്ടം ഒരു പെട്ടിക്കടകൾ പോലും തുടങ്ങാത്ത കോവിഡ് കാലമാണ്. ആ കാലവുമായാണ് 2021-2024 കാലഘട്ടത്തെ താരതമ്യം ചെയ്യുന്നത്. ഒരു മാർക്ക് കിട്ടിയ ആൾക്ക് 4 മാർക്ക് കിട്ടിയെന്ന് പറയുന്നത് തന്നെ 300% വർധനവാണ്. ഇത്തരത്തിൽ ഊതിപ്പെരുപ്പിച്ചുണ്ടാക്കിയ കാപട്യമാണ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്നും സർക്കാർ ആരോപണം നിഷേധിച്ചാൽ തെളിവുകൾ ഹാജരാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയുണ്ടായി എന്ന സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അടക്കം ഉന്നയിച്ചു. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വലുതായി എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന സ്ഥാപനമാണ്.
പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് പണം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. പണം കൊടുത്തിട്ടാണ്. അവരുടെ ക്ലയൻ്റാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ. അവർക്ക് 2021 മുതൽ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2021 $13,500 സ്റ്റാർട്ടപ്പ് ജനോമിന് നമ്മൾ കൊടുത്തതാണ്. 2022 $4,500, 2023 $15,000, 2024 $15,000, അങ്ങനെ മൊത്തം $48,000 ഈ 21 മുതൽ 24 വരെ സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണെന്ന് പറയുന്നത്. സത്യത്തിൽ അവർ കാണിച്ചൊരു കൗശലമാണ്. US കോൺഗ്രസിലെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്ത് ട്രംപ് പ്രഖ്യാപനങ്ങളും വാദങ്ങളും ഒരുപാട് നടത്തിയെങ്കിലും ഒരു 13 വയസ്സുകാരന്റെ വാർത്തയിലാണ് പലരുടെയും മനസ്സുടക്കിയത്. ക്യാൻസറിനെ അതിജീവിച്ച DJ ഡാനിയൽ എന്ന ആൺകുട്ടിയെ US-ലെ സീക്രട്ട് സർവീസിലെ ഓണററി അംഗമാക്കാനുള്ള ട്രംപിന്റെ തീരുമാനം നിറഞ്ഞ കയ്യടികളോടെയാണ് എല്ലാവരും സ്വീകരിച്ചത്. സീക്രട്ട് സർവീസ് ഡയറക്ടർ ഷോൺ കർണോട് കുട്ടിയെ സീക്രട്ട് സർവീസിൽ എടുക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. അർബുദത്തോട് പോരാടുന്ന ഡാനിയലിന് മാസങ്ങൾ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. എന്നാൽ ചെറുപ്പം മുതൽ പോലീസ് ഓഫീസർ ആകണമെന്നായിരുന്നു കുട്ടിയുടെ ആഗ്രഹം. പിന്നാലെയാണ് കുട്ടിയുടെ ആഗ്രഹം നിറവേറ്റുവാൻ ട്രംപ് നടപടി കൈക്കൊണ്ടത്. സംയുക്ത സെക്ഷനിൽ വെച്ച് സീക്രട്ട് സർവീസ് ഡയറക്ടർ CJയ്ക്ക് ഓണറ്റി അംഗത്തിനുള്ള ബാഡ്ജ് നൽകി. 2018 DJയ്ക്ക് അർബുദം സ്ഥിരീകരിക്കുന്നത്. 5 മാസം മാത്രമേ ജീവിക്കൂ എന്നാണ് അന്ന് ഡോക്ടർമാർ വിധിയെഴുതിയത്. എന്നാൽ DJ അതിനെയെല്ലാം തോൽപ്പിച്ചു. രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ അവന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം നിറവേറ്റുവാനുള്ള ശ്രമത്തിലായിരുന്നു DJയും അദ്ദേഹത്തിന്റെ അച്ഛനും. DJയെ US-ലെ സീക്രട്ട് സർവീസിലെ ഓണറ്റി അംഗമാക്കിയിരിക്കുകയാണെന്ന് സംയുക്ത സെക്ഷനെ അഭിസംബോധന ചെയ്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ടെക്സസിലെ സാൻ അന്റോണിയോയിലാണ് DJ ജനിച്ചത്. 2018 തലച്ചോറിലും സുഷ്മ്നാനാഡിയിലും DJയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഇതുവരെ തലച്ചോറിൽ 13 ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.